ചെറുവേ സാറേ അനക്കൊന്നൊരു പണിയുണ്ട് കേട്ടോ. എന്തേ? ഇന്നലെ ഇവിടെ ഒരു കംപ്ലൈന്റ് കിട്ടിയിരുന്നല്ലോ. ഒരു സദാശിവം എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിന്റെ മേലേക്ക് ഒരു പ്ലാവിന്റെ മേലൊരു ചക്ക, സുലൈമാന്റെ വീട്ടിലെ ചക്ക വീണെന്ന് പറഞ്ഞിട്ട് ഓട് പൊട്ടി കൗക്കോല് പൊട്ടി എന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് വന്നു. അതൊന്ന് പോയി നോക്കണം സാറേ, ഈ ചക്ക വീണതും തേങ്ങ വീണതൊക്കെ നമ്മൾ പോയി നോക്കും. കഷ്ടമാണ് കേട്ടോ ഇത്. എന്തപ്പോ കാട്ടുന്ന് ചെക്കറ് ഒന്നിക്കാറ് ചെയ്തിരുന്നതല്ല, ഇതിപ്പോ നമ്മള് വേണ്ടക്കാർ അപ്പൊ നമ്മളത് എന്താ ചെയ്യണ്ട് ചെയ്യാണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഈ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ടേ അതൊന്ന് പോയി നോക്കിയാളെ എന്തൊക്കെയാണ് അവിടെ അപകടം പറ്റിയെന്ന് നോക്കിയാളെ. നഷ്ടപരിഹാരം കൊടുക്കേണ്ടതല്ലേ? ഇത്രയും കഷ്ടമാണെങ്കിൽ ഈ പരീക്ഷ എഴുതി ഇങ്ങോട്ട് ഇല്ലായിരുന്നു. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താ അറിയോ, മൂപ്പരെ പേപ്പട്ടി അടിച്ച് അതിനുള്ള മരുന്നുണ്ട് അവിടെയെന്ന്. ഇവിടെയോ? എന്റെ പൊന്നു സാറേ, ഓഫീസിലെ അത് മാത്രാണോ? ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൊടുക്കുന്ന തൊഴിലില്ലായ്മ വേതനമല്ലേ, അതിപ്പോ നമ്മളല്ലേ കൊടുക്കുന്നത്? അതെ, നമ്മളെ ഗതികേട് പണിയെടുക്കുക തന്നെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ ഇങ്ങോട്ടത് നമസ്കാരം സാറേ. ഇതെന്ത് വീട്ടിലെ റൂമിലേക്ക് കയറിപ്പോ ഇത് പഞ്ചായത്ത് ഓഫീസല്ലേ? സത്യശീലൻ സാറല്ലേ സെക്രട്ടറി? സെക്രട്ടറി ഇപ്പൊ വന്നിട്ടുള്ള ആ ചന്തി ഒന്ന് എടോ, ആ ചന്തി ഒന്ന് കസൽമേല് വെച്ചോട്ടേന്ന് സാറേ. മതി. എന്താ നിങ്ങളെ പ്രശ്നം പറയും? അതെ, ഒരു പരാതി കൊടുക്കാൻ വേണ്ടിട്ടാണ്. പരാതി ഇവിടെ ഒന്ന് പറയും. നിങ്ങൾ കേൾക്കട്ടെ. ഇല്ല, ഇവിടെ പറയാനല്ല, സെക്രട്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം പരാതി കൊടുക്കാൻ. ഇവിടെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞാൽ മതി. നിങ്ങള് ഇവിടെ പറയാൻ പറ്റില്ലെന്ന് നേരിട്ട് സംസാരിക്കണം. എന്തപ്പോ ഇവിടെ പറയാൻ പറ്റാത്തൊരു കാര്യം? ഇവിടെ പറഞ്ഞിട്ട് പോയാൽ മതി. എരുമേനെ കണ്ടിട്ടേ എരുമ ഓഫീസിൽ വന്നിട്ട് മറ്റേ വർത്താനം പറയുന്നില്ല, പറഞ്ഞുതരാം. സാറ് ആ വർത്താനം പറയരുത്. എടോ, എരുമയുടെ കാര്യമാണ് എരുമയുടെ കാര്യമാണ് പറയേണ്ടത്. എന്ത് എരുമക്ക് എന്താ കുഴപ്പം? ഈ എരുമക്ക് കുഴപ്പമുണ്ട്, നേരിട്ട് പറയാനുള്ളതാണ്. ഇങ്ങനെ വന്നേ. ഒറ്റ മിനിറ്റ്. പോയി പറയുമ്പോഴേ അവിടെ ഇങ്ങനെയൊന്നും പോയി പറയരുത്. അയാളൊരു സാറാണ്, ഒരു മാന്യമര്യാദയ്ക്ക് വേണം. പിന്നെ എങ്ങനെ പറയണോട്? മാന്യമര്യാദ ഞങ്ങൾക്ക് മര്യാദയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മര്യാദ ഇല്ലെന്ന് ആരാ പറഞ്ഞ? ഒരാൾ പോയാ പോരെ? ഒരാളല്ല, രണ്ടുപേരും പോണം. എന്റെ സാറേ, ഒരു വരി പറഞ്ഞ പ്യാരി പറയും, ഒരു വരി ഞാൻ പറയും. അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും സാറിന്. നിങ്ങൾ അവിടെ പോയി പാട്ട് പാടാൻ പോവാണ്. രണ്ടുപേർക്കുള്ള പരാതിയാണെന്ന്. രാജാണ് സാറേ. എന്റെ സാറെ പൊണ്ടാരോ പറഞ്ഞ് എരുമയുണ്ട് ഒലക്കിയുമ്പോ കിടക്കാതെ എന്തിനാണ് പറഞ്ഞത്? അതെ, നിങ്ങൾ മൂന്നുപേരും വെറുതെ ഇരിക്കല്ലേ, സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പോയിട്ട് വരും, ഇങ്ങോട്ട് വരും. നിങ്ങൾ ആദ്യം കാര്യം പറയുന്നത് മനസ്സിലാക്കൂ. ഇത് മഴ നിലത്ത് വീഴുന്നതിന്റെ മുമ്പേ നിങ്ങൾ ഈ വക പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇവിടെ അങ്ങനെ മറ്റേ ഈ കനാല് തോടുണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ആരാ നിങ്ങളുടെ മെമ്പർ? സുമേഷ് ഏട്ടനാ? എന്നാ അങ്ങനോട് പറയ് കേട്ടാ. അല്ലാണ്ട് എന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താ ഒരു പരാതി തരാമെന്നാണ്. പരാതിയൊക്കെ അവിടെ ഫ്രണ്ട് ഓഫീസിൽ അവിടെ ഫ്രണ്ട് കൊടുക്കും, ഫ്രണ്ടില്. അല്ല സാറേ, അവിടെ കൊടുത്താ ശരിയാവില്ല. സാറിനൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കാന്ന് കരുതിയിട്ട്. അന്നിരിക്കും. വേണ്ട സാറേ, വേണ്ട, നിന്നോളാം. എന്താ? അതെ, ഒരു എരുമനെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല സാറേ. എന്ത് എരുമയുടെ പരാതിയെ സാറേ, ഞങ്ങളാ ചേപ്പയിൽ ക്ഷേത്രമില്ലേ, ചേപ്പയിൽ ക്ഷേത്രം, അവിടെ നേരെ പടിഞ്ഞാട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ 3 പേരുടെ വീട് അടുത്തടുത്താണ്. ഫസ്റ്റിലിരിക്കണ എന്റെ വീട്, നടുക്ക് കോയാന്ന് പറഞ്ഞ ഒരാളുടെ വീട്, തൊട്ട് പടിഞ്ഞാറ് സൈഡില് ഉണ്ണിയുടെ വീട്. അപ്പൊ എരുമ എന്ന് പറഞ്ഞ ഈ കോയാന്ന് പറഞ്ഞ ആളൊരു എരുമനെ വളർത്തുന്നുണ്ട് സാറേ. കോയ എരുമനെ വളർത്തുന്നുണ്ട്. എരുമ ശല്യാണ്. അപ്പൊ ഈ എരുമനെ വളർത്തിയിട്ട് ഈ എരുമ രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. കിടക്കാൻ പറ്റണില്ല, കിടന്ന് ഉറങ്ങാൻ പറ്റണില്ല. നമ്മൾ ട്രെയിൻ പോകുമ്പോ ഒച്ച വെക്കുന്നില്ല, ചൂളം വിളി ല്ലേ, അത് ഈ സാധനമാണ് സാറേ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ എന്റെ വീടിന്റെ ജനലിന്റെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഇത് തന്നെ. സാറിന് സഹിക്കാൻ പറ്റില്ല. അത് ഞങ്ങള് കരഞ്ഞിട്ട് സാറിന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു 100-100 കിലോ ഉള്ള ഒരു എരുമ കരഞ്ഞാലോ സാറേ? ഒരുപാട് വട്ടം ഞങ്ങൾ അയാളോട് പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു. ഇയാള് പറയണത് നിന്റെയൊക്കെ സിറ്റ് ഔട്ടിൽ വന്നിട്ടല്ലല്ലോ എന്റെ എരുമ കരയണത്. കോയ പറയണത്. നമുക്ക് കോയോട് പറഞ്ഞ ഒരു കാര്യമില്ല, പിന്നെ എരുമയോട് എന്തൊക്കെ പറഞ്ഞാൽ സാറേ അയാളോട് പറഞ്ഞിട്ട് ഒരു വിധത്തിലും അടുക്കണില്ല. ഈ എരുമയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവൂ? എരുമക്ക് അസുഖം ഉണ്ടാന്ന് അറിഞ്ഞൂടാ സാർ. ഇത് ആകെ ചാണകം ഇട്ടിട്ട് മഴ പെയ്ത് അതിന്റെ വെള്ളവും ചെളിയൊക്കെ കൂടി ഞങ്ങളുടെ കോമ്പൗണ്ടിലോട്ടാണ്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള എല്ലാവർക്കും രോഗങ്ങൾ വരൂലേ. ഇയാള് പറഞ്ഞിട്ട് പറയണത് ഞാൻ ഈ പാല് വിറ്റിട്ടാണ് ജീവിക്കണത്, എരുമ
ചാണകം ഇടണേന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു. സാറ് വിളിച്ചിട്ട് എന്തേലും ഒരു തീരുമാനം അയാൾ ഉണ്ടാക്കി. പറയുന്നത് ഒരു കണക്കിന് ശരിയാ. കാരണം അയാളുടെ ഭാഗത്ത് നോക്കുമ്പോഴേ അങ്ങനെ പറയാം. എന്തെന്നാ അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇപ്പൊ ഏതായാലും കോയുടെ അടുത്ത് ഒന്ന് പോവുക, അയ്യോ. എന്നിട്ട് ഒന്ന് അയാളോട് സംസാരിക്കാം. അതിലും നല്ലത് എരുമനോട് പറയണേന്ന് സാറേ. അയാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല സാറേ. ഞങ്ങൾ അന്വേഷിച്ചു, അപ്പൊ ഇങ്ങനെ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് അതിനൊക്കെ നിയമം ഉണ്ടെന്ന് പറഞ്ഞു സാർ. നിയമമുണ്ട്. അതായത് ഇപ്പോ അയൽവക്കക്കാരന്റെ ഇപ്പൊ വളർത്തുമൃഗങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നമുക്ക് തോളി കൈവച്ചത്. നമുക്കത് പരിഹരിക്കാനുള്ള മാർഗമൊക്കെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പിനുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അപേക്ഷയുടെ നോട്ടെ. എല്ലാം എഴുതിയിട്ടുണ്ട് സാറേ അതില്. ഇത് ഇങ്ങനെ എഴുതിയ പോരെ, ഓ. ഇതൊക്കെ വേറെ കുറെ കൂടി മറ്റേ ഇത് വേണം. അതപ്പോ ഈ കോയ എന്ന് പറഞ്ഞ ആളില്ലേ, അയാളുടെ പേര്, വീട്ടുപേര്, പിന്നെ ഫോൺ നമ്പര്, വാർഡ്, അതൊക്കെ ഇതിനകത്ത് ചേർക്കണം. അതൊക്കെ കൃത്യമായിട്ട് ചേർക്കണമെങ്കിൽ അയാളോട് പരാതി അറിയാൻ പറയേണ്ടി വരൂലേ സാർ. ഇപ്പൊ കോയനെ കാണിച്ചു തന്നാ പോരെ. അല്ല അതുപോലെ നമുക്ക് ഇത് റിട്ടേൺ ആയിട്ട് വേണം ഇവിടെ തരണം. അപ്പൊ അതും കൂടെ ഒക്കെ ചേർക്കണം. സാറേ ഇപ്പൊ എരുമേന്റെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിനോ ഇപ്പൊ നമുക്കറിയില്ലോ. ആധാർ കാർഡ് ഇല്ല, ഇത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം, അവിടെ കൊടുക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ സാർ. എന്തെങ്കിലും ഒരു നടപടി നോക്കട്ടെ. ഞാൻ അതാണ് അവിടെ നിന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല സാറിന് കാര്യം മനസ്സിലാവും. സാറേ എങ്ങനെയെങ്കിലും സാറെ വിചാരിച്ചാ നടക്കുന്നു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കട്ടാ. ചെരുപ്പ് കറക്റ്റ്. സാറേ എന്താണ്? ഇല്ല, ചെരുപ്പേ. ചെരുപ്പ് ആറ് കൊട്ടി പോയി സാറേ. എന്തിനാണ് വേണ്ടാത്തോടത്തിട്ട് ഇളക്കണത്? ഞാനത് പറഞ്ഞതല്ലേ. നിങ്ങളുടെ പെങ്ങളാ വിളിക്കണത്. മോനെ എത്ര റാങ്ക് കിട്ടിയെന്ന് അറിയാൻ വിളിക്കായിരിക്കും. ഇതിപ്പോ തോറ്റുപോയി എന്നുള്ളത് നമ്മുടെ വായ കൊണ്ട് കേൾക്കണല്ലോ. അത് കേൾക്കുമ്പോ അവർക്കൊരു സന്തോഷം. അതിനു വേണ്ടി വിളിക്കണേ. എൻട്രൻസ് കൊണ്ടുപോയി ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഏത് വലിയ കോളേജിൽ കൊണ്ടുപോയി ചേർത്തേണ്ട കാര്യം? പഠിക്കണത് അവനാൻ തന്നെ പഠിക്കണം. അവൻ എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നില്ലേ? ഇത് എന്ത് പറ്റിയിടാ നിനക്ക്? ഇപ്പൊ നീയല്ലേ മോനെ പറഞ്ഞത് 300-ന്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടാവുന്നു അല്ലേ? ഇപ്പൊ 10,000-ന്റെ അടുത്തല്ലേ നിനക്കുള്ളൂ. ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിനക്ക് അഡ്മിഷൻ കിട്ടുവോ? നീ വെറുതെ അങ്ങനെ ഞങ്ങളെ നോക്കിയിരുന്നിരുന്ന കാര്യം എന്തെങ്കിലും ഒരു സമാധാനം പറ. മോന് ഇനി എന്താ കണ്ടേക്കണേ അതെങ്കിലും ഒന്ന് പറയൂ. നീ നിന്നോടല്ലോ ചോദിക്കണ. എവിടെ പോയിണ്ടാവത്? എത്ര കായ് ചെലവാക്കിയ മുതലാണ് റബ്ബേ ഇത്. എവിടെ റബ്ബേ ഒന്ന് ഇതിന്റെ ഇടയിലൊക്കെ പോയിട്ട് കാണുന്നില്ല. സമാധാനം. എന്തൊരു ഏട്ടങ്ങറാന്ന്. എന്താണ് വാത്സസിന്റെ ലക്ഷണാണ്. നിങ്ങൾ തരണം, വോട്ട് നമുക്ക് കിട്ടണം. എന്താ എന്റെ ഉണ്ണൊരു കുടുംബത്തിൽ കയറി വരുമ്പോ ഒന്ന് സലാം എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിട്ട് വരണ്ടേ? അയ്യോ ഞാൻ എന്തൊക്കെ പറഞ്ഞാണ്? ഞാനേ എന്റെ ചെവിയിലത്തെ ഹലാക്ക് പോയി. അത് കാണാൻ നേരം വെളുക്കുമ്പോ തുടങ്ങി തെരയണാണ് ഞാന്. അതെ, ഈ വീട് വിട്ടിട്ട് എടങ്ങും പോയിനാ? വീടെന്തിനാ ഞാൻ വിൽക്കണേ? എന്റെ ചെവിയിലത്തെ ഒരു ഇത് പോയത് വീട് അവിടെ കിടന്നോട്ടെ. ഇപ്പൊ കച്ചവടത്തിന് വന്നാ അല്ല എന്താ ഇജ്ജ് പറഞ്ഞു? ഞാൻ സ്ഥാനാർത്ഥിയാ, നമ്മളെ പാൽ സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാന്ന്. സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാന്നല്ല പറഞ്ഞ ഞാൻ എന്റെ ചെവിയിൽ അത് പോയി.
ആ കുട്ടറ കൂടെ ഓടിയതാ പെടങ്ങറായത്. അതാ പറയണത്. അതെ അതെ എനിക്കെന്താ പെട സാധനത്തിന് കുറവ്? അതെ ഞാനേ പറയുന്ന ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ശരിക്കും ശ്രദ്ധിച്ചാ മതി. ഛർദിക്കേ? ചുണ്ടേ ആ. ചുണ്ടൊന്ന് ശ്രദ്ധിച്ചു നിന്നാ മതി, എന്നാ തന്നെ കിട്ടും. എന്താ എനിക്ക് ചുണ്ടിന്? ഓ എന്താ പറ്റിയേ? ചുണ്ടിന് കുന്താ. അല്ല ഒന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മെമ്പർ ആ സ്ഥാനത്ത് നിന്നപ്പോ നിങ്ങളെല്ലാം കൂടി നമ്മളെ തോപ്പിച്ച്. മെമ്പറായിട്ട് തോറ്റില്ലേ? അത് തോറ്റില്ലേ? ഇത് മാത്രം പിടിച്ചാ മെമ്പർ പറയില്ല. വേണ്ട, വിട്ടു, അത് വിട്ടു. ഈ സാധനം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ പറയുമ്പോ. കറക്റ്റാ കൊട്ടുകൈ. അല്ല ഒന്നുമില്ല. ഇനിയിപ്പോ ഞാൻ പാൽ സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുന്നു. നിൽക്കുന്നുണ്ടോ? ഞാൻ നിൽക്കുന്നുണ്ട്. എവിടെ? സമാധാനം. എവിടെയാണ്? എവിടെ നിക്കണേ? ഞാൻ പഞ്ചാബില്. പഞ്ചാബിലോ? കേൾക്കുന്നില്ല. പഞ്ചാബിലല്ല. നമ്മളെ പഞ്ചായത്തിൽ തന്നെ. പഞ്ചാബ് എന്ന് പറഞ്ഞ് മാറിപ്പോയതാ. പഞ്ചായത്തോ? ക്ഷീര കർഷക സഹകരണ സംഘം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പുറം എന്താ എനിക്ക് ദേഷ്യം പറഞ്ഞ? ദേഷ്യല്ല, ഞാൻ പശു ഉണ്ടല്ലോ, പശുവിന്റെ ഈ പശുവാ ക്ഷീരോത്പാദന സഹകരണ സംഘം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതിന്റെ വോട്ടും കുഴക്കമത് ചെയ്തിട്ട് പോണം. ആ ഉന്റെ പൊന്നാര മോനെ, എപ്പോഴൊക്കെ എന്റെ കാര്യം എന്താന്ന് മനസ്സിലായടാ കുട്ടിയെ. ഔ മനസ്സിലായില്ല കുഞ്ഞെ. എന്റെ ചെവിയിലെ സാധനം പോയിട്ട് ഒന്നും കേട്ടായിരുന്നില്ല. അന്റെ സങ്കടൊക്കെ മനസ്സിലായി. സാരില്ല. എന്റെ പെങ്ങളുകുട്ടി ഇപ്പൊ ഒരു പാൽക്കാരന്റെ കൂടെ പഞ്ചാബിലേക്ക് ഒളിച്ചോടിയില്ല. എന്റെ ഞാനും പോയി, എന്റെ കുടുംബം മൊത്തം ഒളിച്ചോടി പോയി. ഞാൻ പോയി പൊളിച്ചോടി, ഞാൻ മാത്രമാക്കി. നിങ്ങളല്ല, എന്റെ കുടുംബം പോയി. ഞാൻ ഒളിച്ചോടി പോയി. ഞാൻ ചോദിക്കാം, കോയൊക്കെ ചോദിക്കാം. ഉണ്ണേട്ടാ, നമ്മുടെ സത്യശീലല്ലേ, സത്യശീലിന്റെ മകനെ കാണാനില്ല. എന്താ ആന്റണിയെ? നമ്മുടെ സത്യശീലല്ലേ, സത്യശീലിന്റെ മകനെ കാണാനില്ലാന്ന്. സത്യവാൻ? സത്യശീലന്റെ മോനെ കാണാനില്ല. ഓൻ എൻട്രൻസിൽ തോറ്റു എന്ന് പറഞ്ഞാൽ എന്തോ വിഷമത്തിൽ ഇറങ്ങി പോയി. ഇത്രേ തോൽക്കേ? തോൽക്കേ? തോറ്റു. ആര്? സത്യശീലിന്റെ മോൻ. സത്യശീലിന്റെ മോനോ? അവനെ എൻട്രൻസിൽ തോറ്റു. സത്യശീലിന്റെ മോനോ? പടച്ച റബ്ബേ, മരിച്ച? എന്തായി? സത്യശീലിന്റെ മകൻ പരീക്ഷയിൽ തോറ്റ വിഷമത്തിൽ അങ്ങോട്ട് പോയി. പടച്ച റബ്ബേ, എന്താ ഈ പറയുന്നത്? ആമിന പോയില്ലോ. അല്ലാ, എന്ത് നല്ല. ആമിന കൊടകിനെടുക്ക്. രതീഷെ, അങ്ങനെ ഒഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. ഏത് വിധേനയും കണ്ടെത്തണം. നമുക്ക് കണ്ടെത്തണം. നീ കാര്യം ചെയ്യുക, പുരുഷ സ്വയം സഹായ സംഘം ഉണ്ടല്ലോ, അതിലൊക്കെ അറിയിക്ക്. നമ്മുടെ കുടുംബശ്രീ അതിലുമൊക്കെ ഒന്ന് അറിയിക്ക്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാ റെയിൽവേ ട്രാക്ക്, പൊട്ടക്കുളം, ആളൊഴിഞ്ഞ ബിൽഡിങ്, പൊന്തക്കാട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ തിരയണം കേട്ടോ. അത് എല്ലായിടത്തും നോക്കണമെന്നേ പിള്ളേരല്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ കുടുംബശ്രീയിൽ അത് അയച്ചു കൊടുക്കും. ഞാൻ ചെക്കൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് തന്നെ അതിൽ അയച്ചാൽ മതി. ഞാൻ തിരക്കാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മാമനാണ് നിൽക്കണത്. ഈ റെയിൽവേ ട്രാക്കിലും പൊട്ടക്കാട്ടിലൊക്കെ പോയി തരണ കാര്യം എന്താ? കുട്ടികൾ അവിടെ ഉണ്ടാവാമല്ലോ ചിലപ്പോൾ. റെയിൽവേ ട്രാക്കിലെ കുട്ടികൾ വെറുതെ പോയി കുത്തിരിക്കല്. ഈ ഇല്ലാത്തത് കൂട്ടി പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. എന്താ അങ്ങനെ സംസാരിക്കുന്നത്? കുടുംബക്കാരെ പേടിപ്പിക്കണ എന്തിനാടോ? സത്യേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഏട്ടനാണ്. സത്യേട്ടൻ്റെ മോൻ എൻ്റെ മോനാണ്. പോയി പറഞ്ഞു. ഒരാള് വിഷമിച്ചിരിക്കുമ്പോ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിക്കേണ്ട മൊയ്തു. അവിടെ പോയി പറയും. എനിക്കറിയാം. കേട്ടാ, ഒന്നുമില്ല, നമ്മുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടാ. ഈ മന്മഥൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. എല്ലായിടത്തും തെരച്ചിൽ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല. കണ്ടോ ചേച്ചി, വിഷമിക്കണ്ട. കുട്ടി നമ്മൾ ഇന്ന് വൈകിട്ടിനുള്ളിൽ കണ്ടെത്തും. എന്താ ഇത്, നമ്മളെ കുട്ടി അങ്ങനെ ചെയ്യുവോ? ഹേയ് സത്യേട്ടാ, ഈ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കിയിട്ട് മോനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടേ ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. നമുക്ക് ഒരു വീഡിയോ എടുത്തിട്ട്, അതായത് സത്യേട്ടനും മണ്ടുവെച്ചും കൂടെ നിന്നിട്ട് കരഞ്ഞിട്ട്, മോനെ ഏതു നീ എവിടെ ഉണ്ടെങ്കിലും തിരിച്ചു വേണം, എൻ്റെ അച്ഛനും അമ്മയുടെ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുത്തു തന്നാൽ ഞാനതങ്ങ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് കണ്ടാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുവാൻ.
മന്മത ഒന്നുകൂടെ വന്നാ ഇടുവാ. ഓ ഓ ഇവിടെ ഷോർട്ട് ഫിലിം പിടിക്കാൻ വന്നായി. അതെ അളിയന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ഉണ്ടായി നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് പേര് നിൽക്കല്ലേ, കുറച്ച് കസേര എടുക്കണ്ട, അവർക്ക് ഇച്ചിരി നാരങ്ങളും ബിസ്ക്കറ്റും കൊടുക്കണ്ടെന്ന് ചോദിച്ചോളൂ. എന്റെ കല്യാണം വിടാ നാരങ്ങ വെള്ളം കൊടുക്കാൻ ആവശ്യമില്ലാത്തവണ് പോവാൻ പറ. പാൽ സൊസൈറ്റിന്റെ തെരഞ്ഞെടുപ്പാണ് 4-ാം തീയതി. ഫസ്റ്റ് വോട്ടറൊക്കെ തരണം. മറക്കണ്ട, 4-ാം തീയതി സൊസൈറ്റിന്റെ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ച്. സാരല്ല. നിങ്ങൾ നമ്മളെ പാൽ സൊസൈറ്റിയിൽ ഇല്ല അല്ലേ? വോട്ടില്ല. 4-ാം തീയതി പാൽ സൊസൈറ്റി ഇലക്ഷൻ. ഇവിടെ വെച്ചിട്ടാ വോട്ട് ചോദിക്കുന്നത്. മറക്കണ്ടേ? സുധേട്ടാ, അളിയനും പെങ്ങളും ഈ സിറ്റുവേഷൻ ഒന്ന് മാറുമ്പോ 4-ാം തീയതി വന്ന് വോട്ട് ചെയ്യാൻ പറയണം. ഇവിടുന്നാണ് വോട്ട് ചോദിക്കുന്നത്. അല്ല പിന്നെ ഏടുന്ന് ഞാൻ ചോദിക്കട്ടെ. ഓരോ കത്തമോണമല്ല വാഴ ഇടണം. അല്ലാന്ന് ഒരു സ്ഥലകാല ബോധം വേണ്ട. എന്തുണ്ടേ പോവാ പോയേ വലൈക്കും സലാം റഹ്മത്തുള്ളാഹ്. എന്താ ഉണ്ടായേ? അതെ ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. എന്ത് ഈ കഥകളി കളിക്കണേ പറയേ? ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ട്. വിവരമൊന്നും കിട്ടിയില്ല അതുവരെ. കുട്ടീനെ കിട്ടിയില്ല. വിവരമൊന്നും കിട്ടിയില്ല അതുവരെ. എന്താണ്? നല്ലൊരു മോനായിരുന്നല്ലോ പോയതോ. അതെ സത്യേട്ടന്റെ മോനെ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ സത്യേട്ടന്റെ മോനെ. സത്യേട്ടന്റെ മോനെ കാണാനില്ല. കാഞ്ഞു പോയില്ലേ? കോയ്ക്ക കാഞ്ഞു പോയതല്ല. ഇങ്ങോട്ട് മെല്ലെ പറ. അതെ സത്യേട്ടന്റെ മോനെ പരീക്ഷയിൽ തോറ്റ വിഷമത്തിലേ പരീക്ഷയിൽ തോറ്റ വിഷമത്തിലെ തീവണ്ടി കയറി പോയി. തീവണ്ടിക്കൊക്കെ തല വെച്ച് കഴിഞ്ഞാ പിന്നെ ബാക്കി നിക്കുകള് തീവണ്ടിക്ക് തലൊന്നും വെച്ചില്ല. ഓനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ സത്യേട്ടന്റെ മോൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല.
ഓനെ തെരയാണ് ഇപ്പൊ ആൾക്കാര്, തെരയാണ്. അതെ, അപ്പൊ പോയാലാ വീണ്. അതെ, സത്യേട്ടന്റെ മോൻ ഒളിച്ച് ഓടിപ്പോയി. എന്താ കൊമ്മല കളിച്ചത്? ഇജ്ജ് കാര്യം പറഞ്ഞു പോയതോ? അതെ, സത്യേട്ടന്റെ മോനെ കാണാനില്ല. തെരച്ചിൽ നടക്കുക. കബറടക്കപ്പോഴാണ് എപ്പോഴാ കൊണ്ടുവന്നേ? എന്താ പടത്താറപ്പേ? സത്യനൊന്നും കണ്ടില്ലല്ലോ. രാജു സൈക്കോ സൈക്കോ മേടിച്ചേക്കാണ്ട് ആർക്കും സൈക്കോ സഹിക്കാൻ പറ്റോ? അതെ അളിയ, ഇതിപ്പോ ഇത്ര നേരായില്ലേ, നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വരും പറയും.